നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ വീട് സംബന്ധിച്ചിട്ടുള്ള അതല്ലെങ്കിൽ വാസ്തു സംബന്ധിച്ചിട്ടുള്ള ദോഷങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ വീടിൻ്റെയൊക്കെ സ്ഥാനം നോക്കാതെയൊക്കെ ചില ആൾക്കാരൊക്കെ വീടൊക്കെ വയ്ക്കാറുണ്ട്. വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ടെൻഷനുകൾ, അതല്ലെങ്കിൽ വാസ്തുവിൻ്റെ ദോഷങ്ങൾ. അപ്പോൾ അങ്ങനേതായിട്ടുള്ള പല പല ടെൻഷനുകളും പല പല കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊരു ചെറിയ രീതിയിൽ നമുക്ക് ഉത്തമമായ കുറച്ച് വൃക്ഷങ്ങൾ വെച്ച് നമുക്കതിനെ പരിഹരിക്കാവുന്നതാണ്. അത് അതിൻ്റേതായിട്ടുള്ള ദിക്ക് നോക്കി കറക്റ്റായ രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലമുണ്ടാകും. കാരണം ഇത് നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് പറയുന്നത്, നമ്മുടെയൊക്കെ ഓരോ നക്ഷത്രം അനുസരിച്ചൊക്കെ നമുക്കൊക്കെ ഓരോ വൃക്ഷങ്ങളുണ്ട് എന്നതൊക്കെ. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് നമ്മുടെ വീട്ടിനെ, നമ്മുടെ വസ്തുവിനെ സംബന്ധിച്ചിട്ട് ഓരോ സ്ഥാനത്ത് നമ്മൾ ഓരോ ഇതേ കണക്കുള്ള വൃക്ഷങ്ങൾ നട്ടു കഴിഞ്ഞാൽ അതിനെല്ലാം പരിഹാരമാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണ്ടുന്ന രീതിയിൽ നിങ്ങളുടെ വസ്തുവിൽ ഈ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ നോക്കുക. ഇപ്പോൾ കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ പ്ലാവ് നട്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെ പോവുക, നേരെ തെക്ക് ഭാഗത്ത്. അപ്പോൾ തെക്ക് ഭാഗത്ത് നിങ്ങൾ തെങ്ങ് നടുക. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ കമുക് നടുക. പിന്നെ അതേ കണക്ക് തന്നെ വടക്ക് ഭാഗത്ത് നിങ്ങൾ മാവ് നടുക. ഇത്രയും കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളെ വസ്തുവിൽ തന്നെ കണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അതൊന്ന് മാറ്റി നിങ്ങൾ ഇതേ സ്ഥാനത്തൊന്ന് നട്ടു നോക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഐശ്വര്യങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഐശ്വര്യമായിരിക്കും നിങ്ങൾക്കിത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ദോഷപരിഹാരത്തിനെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞത്. നന്ദി, നമസ്കാരം.